ഈ കെ പി സി സിയുടെ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജില്ലയിലെ കോർ കമ്മിറ്റികൾ, ജില്ലയുടെ കോർ കമ്മിറ്റിയും അതുപോലെ തന്നെ കോർപ്പറേഷനുള്ള കോർ കമ്മിറ്റിയും ഒക്കെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. ആ കോർ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് പ്രചാരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയവും അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന ആളുകൾക്ക് ശേഷം ഏതെല്ലാം സ്ഥാനമാനങ്ങളിലേക്ക് ആളുകൾ വരണമെന്ന് തീരുമാനിച്ചതും ആ കോർ കമ്മിറ്റിയാണ്. ഏകപക്ഷീയമായി അങ്ങനെ DCC പ്രസിഡന്റിന് തീരുമാനിക്കാൻ പറ്റാവുന്ന ഒന്നാണ് ഇതെല്ലാം. അതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത പ്രചരണങ്ങളാണ്. അതൊക്കെ കൂട്ടായ തീരുമാനമാണ്, കൂട്ടായ നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്. അല്ല, എല്ലാ നേതാക്കന്മാരും KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എല്ലാ നേതാക്കന്മാരുമായി എല്ലാവരുമായി കൂടിയാലോചിച്ചിട്ടാണ് നടപടി സ്വീകരിക്കുന്നത്. ഞാൻ ആദ്യം തുടക്കം പറഞ്ഞില്ലേ, ഇത് എല്ലാവരോടും പറയുന്നത് DCC പ്രസിഡന്റാണ്. DCC അതെല്ലായിടത്തും അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പം അതാണ് തീരുമാനം. അതിനകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പാർട്ടി പ്രവർത്തകൻ്റെയും ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. ഇത് മുന്നോട്ട് പോകും. നല്ല രീതിയിലുള്ള ഭരണവും കോർപ്പറേഷനിലുണ്ടാകും. അല്ല, ഇതിനു മുമ്പും അങ്ങനെയാണല്ലോ. ആ മാനദണ്ഡമല്ലേ കേരളം മുഴുവൻ അനുവർത്തിക്കപ്പെടുന്നത്. ഇവിടെ മാത്രമല്ലല്ലോ, ഇതിനു മുമ്പും ഈ തവണ മാത്രമല്ലല്ലോ, ഇതിനു മുമ്പുണ്ടായ തെരഞ്ഞെടുപ്പിലും ഇതേ മാനദണ്ഡമാണ്. നിങ്ങൾ അതൊന്നും എടുത്ത് പരിശോധിച്ചാൽ മതി. അല്ല, അത് KPCC തീരുമാനിക്കട്ടെ. അത് ഇപ്പോൾ മാർഗനിർദ്ദേശങ്ങളാണല്ലോ, പാർട്ടിയുടെ മാർഗനിർദ്ദേശങ്ങളാണ് തീരുമാനിക്കപ്പെടുക. അത് എല്ലാ രീതിയിലും പാർട്ടി എക്കാലത്തും ഏത് രീതിയിലാണ് ആ മാർഗനിർദ്ദേശങ്ങൾ താഴേക്ക് നൽകുന്നത്, ആ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ചെയ്യുക എന്നുള്ളതാണ് കീഴ്ഘടകങ്ങൾ അനുവർത്തിക്കപ്പെടേണ്ടത്. ആ ഒരു മാതൃകയാണ് അനുവർത്തിക്കപ്പെടേണ്ടത്. ആ മാതൃകയാണ് അനുവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിനു മുമ്പും ഇതേ മാതൃക തന്നെയാണ് കൊച്ചിൻ കോർപ്പറേഷനിലെ മേയറെയും ഡെപ്യൂട്ടി മേയറെയും എല്ലാം തിരഞ്ഞെടുക്കുന്ന സമയത്തും ജില്ലാ പഞ്ചായത്തിലും എല്ലാ സമയത്തും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴും നടന്നിട്ടുള്ളത്. അതിനകത്തൊരു വ്യത്യാസമില്ല. അതൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും അല്ല, ഞാനത് കേട്ടില്ല. UDFിൻ്റെ ഘടകകക്ഷികളുമായി എല്ലാവരുമായി ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് DCC മാത്രമല്ല, UDFിൻ്റെ കൂട്ടായ നേതൃത്വമാണ് അക്കാര്യത്തിൽ സംസാരിക്കുന്നത്. അത് ഉഭയകക്ഷി ചർച്ചകൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ ഇനി തുടർന്ന് അങ്ങോട്ടുള്ള സ്ഥാനമാനങ്ങൾ, അധ്യക്ഷ പദവികൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചകളുണ്ടാകും. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു സ്ഥലത്തും, ജില്ലയിൽ ഒരു സ്ഥലത്തും UDFിൽ ഒരു പരാതിയോ പരിഭവമോ ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഇനി ഈ സ്ഥാനമാനങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടും ഒരു പരാതിയും ഉണ്ടാകില്ല. ഇല്ല, ഒരിക്കലുമില്ല. അതായത് ഞാൻ ആ വാർത്ത കണ്ടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക്, നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതേ ഉള്ളൂ. ചർച്ചകളും കാര്യങ്ങളും എല്ലാം പോകുന്നതേ ഉള്ളൂ. അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഒരു പരാതിയില്ലാതെ മുന്നോട്ട് പോകും.